അന്നൊരു ബക്കറ്റും പിടിച്ചിട്ട് നമ്മൾ ടെറസിലേക്ക് വന്നത് ബക്കറ്റായിട്ട് നനയ്ക്കാനല്ല. ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഇതിൻ്റെ അകത്തുള്ളത്. താഴെ നല്ല പെരുമഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ആൾക്കാരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല, നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്നല്ലേ നോക്കി നോക്കി, ഇതാണ് നമ്മുടെ ആൾക്കാർ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ ടെറസിലേക്ക് എടുത്തു കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ മേലേക്കൊക്കെ ചാടും കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മുടെ എല്ലാവരും ഞാനൊരു ബക്കറ്റിലാക്കിയിട്ട് എടുത്തു വന്നേക്കാണ്. തള്ളക്കോഴി ഇല്ല, തള്ളക്കോഴീനെ നമ്മളൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേർപ്പെടുത്താറുണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന്. അപ്പോൾ കണ്ടോ, അതെല്ലാവരും കൂടി ചാടി കയറി ഭയങ്കര ഉഷാറാണ് കേട്ടോ. നോക്കിയേ കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൂടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ചൂട് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇവരെ ഈ കൂട്ടിലേക്ക് ഇടാൻ പോവുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ തീറ്റയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിക്കുള്ള സംഭവങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏത് കുഞ്ഞുങ്ങൾക്കായാലും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ചൂട് ആവശ്യമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ അവിടെ താഴത്തെ എല്ലാവരും തന്നെ ഇങ്ങനെ പുതച്ച് നിൽക്കുകയാണ്, പിന്നെ ചിറകൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഈ ഒരു കാലാവസ്ഥ പറ്റണില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു കൂട് നമ്മൾ അതിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണമാണ് നമ്മുടെ ഈ ഒരു കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷീറ്റ് മഴമറ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ചൂട് ഇവിടെ കിട്ടുകയും ചെയ്യും, എന്നാൽ അധികം തണവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനായിട്ട്, അപ്പോൾ ഈ സമയത്തേക്ക് വിരിയാനായിട്ടുള്ള അട വയ്ക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി മാത്രമല്ല, നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമാക്കുക കേട്ടോ.